കാർണിഷിന്റെ പൈശാചികമായ ആ ചിരിയിൽ അവരെല്ലാവരും അമ്പരന്ന് നിന്നു. എന്താണ് നിന്റെ ആവശ്യം? വീരൻ അല്പം ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അത് വളരെ ചെറിയൊരു ആവശ്യമാണ്. ഇനി ബാക്കിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം എനിക്ക് വേണം. കാർണിഷ് ഇത് തന്നെയാകും പറയാൻ പോകുന്നതെന്ന് വീരന് നേരത്തെ തോന്നിയിരുന്നു. പക്ഷെ നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഈ കുട്ടികളുടെ കയ്യിലും ഒന്നും കാണില്ല. പിന്നെ ഞാൻ ഈ വീടിന് കാവൽ നിന്നതല്ലാതെ ഒന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ദയവ് ചെയ്ത് നീ അത് മനസ്സിലാക്കണം. ഒരു അപേക്ഷയുടെ സ്വരത്തിലായിരുന്നു വീരൻ അവനോട് പറഞ്ഞത്. എന്നാൽ കാർണിഷിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും വന്നില്ല. കാർണിഷ് ആ വീടിന്റെ പ്രധാന ഹാളിൽ കൂടി ഒന്ന് നടന്നു. ചുവരുകളിൽ കൂടി കൈകൊണ്ട് തലോടി. അതിനോടൊപ്പം ചുറ്റും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു നിമിഷം പെട്ടെന്ന് നിന്നു. വീരനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കാര്യം, ഇത്രയും നാൾ ഈ വീടിന്റെ കാവൽക്കാരനായി നിന്നു, അതെന്തിനു വേണ്ടിയാ? അപ്പോൾ ഈ വീട്ടിൽ വലിയൊരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ പിള്ളേരുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ ഇവിടെ തന്നെയുണ്ട്. വീരന് അത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു. അതെ, എനിക്ക് വേണ്ടത് ഈ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. ആ മുറിയിൽ നമ്മൾ കണ്ട എല്ലാ ചിത്രവും എനിക്ക് വേണം. ഒരുപാട് പഴക്കമുള്ള ആ ചിത്രങ്ങളുടെ ശരിക്കുള്ള വില നിങ്ങൾക്ക് ആർക്കറിയില്ല. ഇതിൻ്റെ ഒരുപാട് ഏജന്റിനെ എനിക്കറിയാം. ഈ ചിത്രങ്ങൾക്കൊക്കെ വിദേശ നാടുകളിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട്. എൻ്റെ ആവശ്യം ഇതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന പോലത്തെ ആ ചിത്രം ഞാൻ വരച്ചു തരാം. പക്ഷേ പകരം ഇവിടെയുള്ള എല്ലാ ചിത്രങ്ങളും എനിക്ക് വേണം. കാർണിഷിന്റെ കണ്ണിൽ പണത്തിനോടുള്ള അത്യാഗ്രഹം നിറഞ്ഞു നിന്നു. മോനെ, നീ ഒരിക്കലും ഇത് ചെയ്യരുത്. ഇത് നിന്റെ കുടുംബത്തിന്റെ അവശേഷിക്കുന്ന ഏക സമ്പത്താണ്. ഈ ചിത്രങ്ങളൊക്കെ മഹാനായ കാർണിഷ് എന്ന കലാകാരൻ വരച്ചതാണെന്ന് ലോകം അറിയണം. ഈ വീട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിയമായി മാറണം. അത് നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീടിന് കാവൽ നിന്നത്, വീരൻ അപേക്ഷിച്ചു. എന്ത് കുടുംബം? ജനിച്ചത് മുതൽ ഞാൻ എന്നും ദരിദ്രനായാണ് ജീവിച്ചത്. ഈ കുടുംബത്തിൽ നിന്നും എനിക്ക് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. ഒരു സുഖവും സന്തോഷവും ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഇതിപ്പോൾ ദൈവമായി കൊണ്ടുവന്ന ഒരവസരമാണ്. നിങ്ങൾക്ക് വേണ്ടി ആ ചിത്രം ഞാൻ വരയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ സമ്മതിക്കണം. അത് പറഞ്ഞ് കാർണിഷ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേണുവും ജോണും അബുവും എന്ത് ചെയ്യണമെന്നറിയാതെ വീരനെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ 3 പേരും വീരൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ പറയുന്നത് പോലെ സമ്മതിക്കുന്നതല്ലേ നല്ലത്? വേണു ചോദിച്ചു. വീരൻ ദേഷ്യത്തിൽ അവിടെയിരുന്ന ഒരു ചില്ലുപാത്രം താഴേക്ക് വലിച്ചെറിഞ്ഞു. അലറി വിളിച്ചു. അവർ 3 പേരും ഞെട്ടിത്തെറിച്ചു. കുറേ സമയം അവിടെ എങ്ങും നിശബ്ദത തളം കെട്ടി നിന്നു. അപ്പോഴേക്കും രാത്രിയായി. ആ കാട്ടിലെ കൊടുത്തണുപ്പ് സഹിക്കാൻ പറ്റാതെ കാർണിഷ് അവിടെ കിടന്നിരുന്ന വിറകുകൾ ശേഖരിച്ച് തീ കത്തിച്ചു. അതെന്നും ചൂട് കിട്ടാൻ തീൻ്റെ അടുത്തായിരുന്നു. വേണുവും കൂട്ടരും വീരൻ്റെ കുടിലിനടുത്തായി ഇരിപ്പുണ്ടായിരുന്നു. വീരൻ കുറേ സമയത്തിനു ശേഷം വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയാൾ വീടിൻ്റെ പ്രധാന വാതിൽ പൂട്ടിട്ടു. എന്നിട്ട് കാർണിഷിനെ ഒന്ന് നോക്കി. ഇത് ഏതാണ്ട് ഇടങ്ങേറാകുന്ന മട്ടാണ്, അബു പതിയെ പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത് നമ്മളാണ്. എൻ്റെ വീട്ടിൽ 4 പ്രേതങ്ങൾ. അവരെ ഒഴിപ്പിക്കാൻ ഇവൻ ആ പടം ഒന്നുകൂടി വരയ്ക്കണം. പടം വരയ്ക്കണമെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ചിത്രങ്ങളും അവന് കൊടുക്കണം. അതിനാണെങ്കിൽ അങ്ങേര് സമ്മതിക്കുന്നില്ല. അങ്ങേർക്ക് ഈ പ്രേതാലയം മ്യൂസിയം പോലും, വേണു പറഞ്ഞു നിർത്തി. എൻ്റെ സംശയം അതല്ല. ഒരുപക്ഷേ ഞാൻ ആ ഹൊറർ ഫാമിലിയുടെ ചിത്രം എടുക്കാൻ ഇവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങേരിതെങ്ങനെ മ്യൂസിയമാക്കും? അങ്ങേരുടെ ജീവിതാവസാനം വരെ ഇവിടെ കാവൽ നിന്നേനെ, ജോൺ സംശയത്തോടെ ചോദിച്ചു. അന്ന് നീ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊന്നും സംഭവിക്കില്ലായിരുന്നു. പെട്ടെന്ന് അവരുടെ പിന്നിൽ നിന്നും വീരൻ്റെ ശബ്ദം കേട്ടു. അയാൾ അവരുടെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ 3 പേരും ഞെട്ടി. 4 ആത്മാക്കൾ ചിത്രത്തിൽ നിന്ന് ബന്ധനസ്ഥരായെങ്കിലും അവരെ വീടിനുള്ളിൽ തന്നെ തളച്ചിരുന്നു. ഈ വീടിനു ചുറ്റും കാർണിഷ് ചില മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് സംരക്ഷിച്ചു പോന്നിരുന്നു. അതുള്ളതുകൊണ്ട് അവർക്കിവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. മാത്രമല്ല ഒരുപാട് നാൾ ഈ വീടിനുള്ളിൽ കഴിയാനും സാധിക്കുമായിരുന്നില്ല. അവർ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി മറഞ്ഞു പോകാൻ കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് നീ ആ ചിത്രം ഇവിടുന്ന് പുറത്തേക്കെടുത്തത്, വീരൻ ജോണിനെ നോക്കി പറഞ്ഞു നിർത്തി. ഇത് കേട്ട് ജോൺ തല കുനിച്ചിരുന്നു. അവൻ്റെ മുഖത്ത് വിഷമവും കുറ്റബോധവും നിഴലിച്ചു. അവർ 2 പേരും അവനെ ആശ്വസിപ്പിച്ചു. ഇപ്പോഴുള്ള പ്രശ്നം ഇവനാണ്. കാർണിഷിന് നേരെ വിരൽ ചൂണ്ടി വീരൻ പറഞ്ഞു. അയാളുടെ കണ്ടീഷൻ അനുസരിക്കാതെ നമുക്ക് വേറെ വഴിയില്ല, വേണു പറഞ്ഞു. അതെ, സമയം വളരെ കുറവാണ്. ഇനി കൂടുതൽ ആപത്ത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനൊരു അവസാനമുണ്ടാക്കണം. ഇപ്പോൾ ജോണിനും വേണുവിൻ്റെ വീട്ടുകാർക്ക് ചുറ്റും അപകടമുണ്ട്, അബു വീരനോട് പറഞ്ഞു. അല്പനേരം ആലോചിച്ച ശേഷം വീരൻ കാർണിഷിൻ്റെ അടുത്തേക്ക് നടന്നു. എനിക്ക് സമ്മതം.
ഞങ്ങൾ പറഞ്ഞ ചിത്രം നീ വരയ്ക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ ചിത്രവും നിനക്ക് സ്വന്തം, വീരൻ കാർണിഷിനോട് പറഞ്ഞു. അയാൾ പതിയെ ചിരിച്ചു. നല്ല കാര്യം, വരയ്ക്കേണ്ട ചായവും ബ്രഷും എടുത്തു വയ്ക്കൂ. ചായവും ബ്രഷും തരാം, പക്ഷേ നീ എന്തു നോക്കി വരയ്ക്കും? വീരൻ ചോദിച്ചു. ഹോ, അത് ഞാൻ മറന്നു. നോക്കി വരയ്ക്കേണ്ട ചിത്രം എവിടെ? വീരൻ വേണുവിനെ നോക്കി. വേണു തലയാട്ടിയതിനു ശേഷം അബുവിൻ്റെ കൂടെ ആ ചിത്രമെടുക്കാൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വീരനും ജോണും കാർണിഷും ആ വീട്ടിലേക്ക് കയറി. ചിത്രം വരയ്ക്കേണ്ട ഷീറ്റൊക്കെ തയ്യാറാക്കി. ബ്രഷും പെയിൻറ്റും എടുത്തു വെച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ജോണിന് ഒരു ഫോൺ കോൾ വന്നു. അത് വേണു ആയിരുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. വേണു തുടക്കത്തിൽ തന്നെ എന്തോ പറഞ്ഞപ്പോൾ ജോൺ ഞെട്ടിത്തെറിച്ചു. അമ്പരന്ന് നിൽക്കുന്ന ജോണിനെ വീരൻ ശ്രദ്ധിച്ചു. കാർണിഷ് ബ്രഷുകളും മറ്റും മാറി മാറി നോക്കുകയായിരുന്നു. വീരൻ ജോണിന്റെ അടുത്തെത്തി. എന്ത് സംഭവിച്ചു? അവർ എന്താ നിന്നോട് പറഞ്ഞത്? അയാൾ ഇവിടെ തന്നെയുണ്ട് ഫ്രാൻസിസ്. നമ്മുടെ അടുത്തായി എവിടെയോ നിൽപ്പുണ്ട്. നമ്മൾ സംസാരിച്ചതൊക്കെ അയാൾ കേട്ട് കാണും, ജോൺ ഭയത്തോടെ പറഞ്ഞു. അതെങ്ങനെ ജോൺ? വീരൻ ചോദിച്ചു. വീട്ടിലെ ചിത്രത്തിൽ അച്ഛൻ്റെ രൂപം കാണാനില്ല എന്നാണ് വേണു എന്നോട് പറഞ്ഞത്. അവർ മുകളിലത്തെ പ്രധാന വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ചിത്രത്തിലെ അച്ഛൻ ഇല്ലായിരുന്നു. നാശം! അങ്ങനെയാണെങ്കിൽ ആ ചിത്രം ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഇവൻ ആ ചിത്രം നോക്കി വരയ്ക്കാൻ കഴിയില്ലല്ലോ. കുറച്ചു നേരം ചിന്തിച്ചു നിന്നപ്പോൾ വീരന്റെ മനസ്സിൽ എന്തോ തടഞ്ഞു. എല്ലാ ചിത്രത്തിനും കാർണിഷ് ഒരു പകർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ വീട്ടിൽ തന്നെ കാണും. വേഗം വരൂ ജോൺ, നമുക്കത് കണ്ടുപിടിക്കണം. വീരൻ ആ വീടിന്റെ മുകളിലേക്ക് നടന്നു. പിന്നാലെ ജോണും. കോണിപ്പടിയിലൂടെ മുകളിലെത്തിയപ്പോൾ അവിടെ മാറാല് പിടിച്ച് കിടക്കുകയായിരുന്നു. ജോൺ, നീ ആ മുറിയിൽ പോയി നോക്കൂ. പൂട്ടിയിട്ട മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീരൻ പറഞ്ഞു. അത് കേട്ടതും ജോൺ ആ മുറിയിലേക്ക് നടന്നു. അതിലെ വാതിൽ പതിയെ തള്ളി തുറന്നു. അവിടെ മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അവൻ ചുറ്റും നോക്കി. നല്ല ഇരുട്ട്. ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി അവൻ തിരയാൻ തുടങ്ങി. പെട്ടെന്നെന്തോ തറയിൽ കൂടി പാഞ്ഞുപോയി. അത് ഒരു ഇലയായിരുന്നു. അവൻ ആ ശബ്ദം കേട്ട് ഭയന്നു പോയി. അവൻ ചിത്രത്തിന് പകർപ്പ് വീണ്ടും തിരയാൻ തുടങ്ങി. അപ്പോൾ അവൻ പോലും അറിയാതെ ആ മുറിയുടെ വാതിൽ പതിയെ അടഞ്ഞു. ഒരു പെട്ടി അവിടെ ഇരിക്കുന്നത് ജോൺ കണ്ടു. അവൻ ആ പെട്ടി തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനവന് സാധിച്ചില്ല. എന്നാലും ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവനത് തുറന്നു. അതിൽ നിറയെ ചിത്രങ്ങളായിരുന്നു. അവൻ ഓരോന്നായി അതിൽ നിന്ന് എടുത്തു മാറ്റാൻ തുടങ്ങി. കുറേ ചിത്രങ്ങൾ മാറ്റിയപ്പോൾ ആ കുടുംബചിത്രം അവന് കിട്ടി. കാർണിഷ് തന്നെ വരച്ച ആ ചിത്രത്തിന്റെ പകർപ്പ്. വീരൻ, എനിക്കത് കിട്ടി, ഇങ്ങോട്ടേക്ക്. ജോൺ അത് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് വാതിൽ അടഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിച്ചത്. ജോൺ വിയർക്കാൻ തുടങ്ങി. ചിത്രം ചുരുട്ടിയെടുത്ത ശേഷം അവൻ വാതിലിന്റെ അടുത്തേക്ക് നടന്നു. അത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ജോൺ വീരനെ ഉറക്കി വിളിച്ചു. പക്ഷെ പുറത്തുനിന്ന് ഒരു ശബ്ദവും തിരിച്ചു കേൾക്കുന്നില്ല. എന്നാൽ ആ മുറിയിൽ തന്നെ കൂടാതെ മറ്റാരോ ഉണ്ടെന്ന് അവന് തോന്നി. മൊബൈൽ ഫ്ലാഷ് മുറിയുടെ ചുറ്റും കാണിച്ചു. വേണുവിനെ അബുവിനെയും വിളിക്കാൻ അത് റേഞ്ചുമില്ല. പെട്ടെന്ന് ഒരു ചുമരിന്റെ വശത്തു നിന്ന് ഒരു ചിരി കേൾക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഒന്ന് അലറി വിളിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അവൻ ഉറപ്പിച്ചു, ആ വശത്ത് ആരോ നിൽപ്പുണ്ട്. ഒരു പക്ഷേ ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റേതെങ്കിലും ആത്മാവാണെങ്കിലോ? അവന്റെ ഉള്ളിലെ സംശയം വർദ്ധിച്ചു. ഉടൻ ആ രൂപം ഇരുട്ടിൽ നിന്ന് അവനെ ലക്ഷ്യം വെച്ച് നടന്നു വരാൻ തുടങ്ങി. ജോൺ പിന്നിലേക്ക് നടന്നു. മൊബൈൽ വെളിച്ചത്തിൽ ആ ഇരുണ്ട രൂപം പെട്ടെന്ന് ഒരു മനുഷ്യന്റെ രൂപമായി മാറി. ആ മുഖത്തിന് വേണുവിന്റെ വീട്ടിലെ ചിത്രത്തിലെ അച്ഛന്റെ മുഖമായി നല്ല സാമ്യം തോന്നി. ആ രൂപം അവനെ നോക്കി പുഞ്ചിരിച്ചു നിന്നു. ജോണിന്റെ മനസ്സിലെ പകുതി ഭയം അപ്പോൾ തന്നെ മാറി. ഹായ് ജോൺ, ഞാൻ ഫ്രാൻസിസ്, നിങ്ങളുടെ കഥയിലെ ഹൊറർ ഫാമിലിയിലെ ഗൃഹനാഥൻ. ജോൺ ഇത് കേട്ട് അമ്പരന്ന് നിന്നു. നീ എന്നെ കണ്ട് പേടിക്കണ്ട. ശരിയാണ്, ഞാനൊരു ആത്മാവാണ്. ഇപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ഭൂമിയിൽ സ്ഥാനമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ ഭൂമിയോട് വിട പറഞ്ഞ് മറ്റൊരു ലോകത്തിലേക്ക് പോകും. അല്ല, ഞങ്ങളല്ല, ഞാൻ മാത്രം. അവസാനം പറഞ്ഞതിൽ അയാളുടെ മുഖത്ത് ഒരു വിഷമം നിറഞ്ഞു വന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വാതിലൊന്ന് തുറക്ക്, എന്നെ പുറത്തു പോകാൻ അനുവദിക്കുക പ്ലീസ്, ജോൺ അപേക്ഷിച്ചു. എനിക്കറിയാം, ഞങ്ങളെ നശിപ്പിക്കാനല്ലേ നീ ഇപ്പോൾ ശ്രമിക്കുന്നത്. ചിത്രം ഒന്നുകൂടി വരച്ച് ഞങ്ങൾ 4 പേരെയും ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ. ജോൺ അത് കേട്ടതും തൻ്റെ കയ്യിലിരുന്ന ചിത്രം പുറകിലേക്ക് പിടിച്ചു. ശരിക്കും എനിക്കും അതുതന്നെയാണ് വേണ്ടത്, ഈ ഭൂമിയിൽ നിന്നും ഒരു മോചനം എന്നേക്കുമായി. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്ക് മാത്രമേ മോചനം കിട്ടൂ. എൻ്റെ ഭാര്യയെയും മക്കളെയും എനിക്ക് പിരിയേണ്ടി വരും. ഞാൻ വേറൊരു ലോകത്തേക്ക് പോകുമ്പോൾ അവർ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാകും. മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിയും. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബം തന്നെയായിരുന്നു. അവർക്ക് ഞാൻ ഒരു കുറവും വച്ചിട്ടില്ല. കൃഷിക്കാരനായിരുന്നുവെങ്കിലും ദാരിദ്ര്യം അനുഭവിച്ചിരുന്നുവെങ്കിലും എൻ്റെ കുഞ്ഞുവാവയ്ക്കും മക്കൾക്ക് ഞാൻ നല്ലൊരു അച്ഛനായിരുന്നു. എൻ്റെ സാറയ്ക്ക് നല്ലൊരു ഭർത്താവും.
ഞങ്ങൾ 4 പേരും വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ജീവിച്ച് കൊതി തീർന്നില്ല. അതിനു മുൻപ് തന്നെ മരണം ഞങ്ങളെ വേർപ്പെടുത്തി. അല്ല, മരണമല്ല, അവൻ, ആ ദുഷ്ടൻ. ജോൺ അത് കേട്ട് പകച്ചു നിന്നു. ഒരിക്കലും നീ കരുതും പോലെയല്ല കാര്യങ്ങൾ. നിങ്ങൾ ഇനിയും ഒരുപാട് അറിയാനുണ്ട്. കൂടെയുള്ളവർ എല്ലാവരും നല്ലവരല്ല. നിങ്ങൾ കരുതിയിരിക്കും പോലെ കാർണിഷിനെ കൊന്നത് ഞാനല്ല. പിന്നെ ആരാണത്? ജോൺ അക്ഷമനായി ചോദിച്ചു. അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അയാളുമായി ബന്ധമുള്ള ഒരാൾ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അത് പറയും മുൻപ് മുറിയുടെ വാതിൽ നല്ല വേഗത്തിൽ തുറന്നു. പുറത്ത് വീരനും വേണുവും അബുവും നിൽപ്പുണ്ടായിരുന്നു. വീരന്റെ മന്ത്രശക്തി കൊണ്ടാണ് അത് തുറന്നതെന്ന് ജോണിന് മനസ്സിലായി. നീ അകത്തു നിന്ന് എന്ത് ചെയ്യുകയായിരുന്നോ? ഞങ്ങളൊക്കെ പേടിച്ചു പോയി, വേണു പറഞ്ഞു. അത് സാരമില്ല, അവനൊന്ന് വിശ്രമിക്കട്ടെ, നമുക്ക് അധികം സമയമില്ല, വീരൻ പറഞ്ഞു. അത് കേട്ട് ജോൺ വീരനെ തുറച്ചു നോക്കി. ജോണിനെ അവർ താങ്ങിപ്പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി. വീരൻ അവന്റെ കയ്യിലിരുന്ന പേപ്പർ വാങ്ങി. ആ പകർപ്പ് കിട്ടിയ സന്തോഷം വീരന്റെ മുഖത്ത് കാണാം. ജോണിനെ അവർ ഒരു കസേരയിലിരുത്തി. അവൻ എന്തോ തീവ്രമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. വീരൻ ആ പകർപ്പുമായി കാർണിഷിന്റെ അടുത്തേക്ക് ചെന്നു. ഇതാണ് നീ വരയ്ക്കേണ്ട ചിത്രം. വളരെ സൂക്ഷ്മമായി വേണം ഇത് വരയ്ക്കാൻ. പറഞ്ഞത് മനസ്സിലായോ? അതൊക്കെ ഞാൻ വരച്ചോളാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ചിത്രങ്ങളുമായി ഞാൻ സ്ഥലം കാലിയാക്കും. പിന്നെ എൻ്റെ പിന്നാലെ ആരും വരാൻ പാടില്ല. അല്ല, അപ്പോൾ ഈ പിള്ളേർ കൊണ്ടുവന്ന ആ ചിത്രം ആവശ്യമില്ലേ? ശരിക്കുള്ള പെയിന്റിംഗ് നോക്കി കാർണിഷ് ചോദിച്ചു. അബുവും വേണുവും ആ ചിത്രം വേണുവിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അത് നോക്കി വരയ്ക്കേണ്ട ആവശ്യമില്ല, വീരൻ കടുപ്പിച്ച് പറഞ്ഞു. ശരിയാ, അതിൽ അച്ഛൻ്റെ രൂപം കാണുന്നില്ല. അങ്ങേര് വരയ്ക്കാൻ മറന്നു പോയെന്ന് തോന്നുന്നു. പരിഹസിച്ചുകൊണ്ടാണ് കാർണിഷ് അത് പറഞ്ഞത്. ആ ചിത്രത്തിൽ അച്ഛൻ്റെ രൂപം ഇല്ലായിരുന്നു. അത് വരയ്ക്കാത്തതുകൊണ്ടല്ല, ആ അച്ഛൻ നമ്മുടെ അടുത്തെവിടെയോ നിൽപ്പുണ്ട്, വീരൻ മനസ്സിൽ പറഞ്ഞു. കാർണിഷ് വൈകാതെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. വേണുവിനെയും സുഹൃത്തുക്കളെയും അയാളെ ശല്യം ചെയ്യാതെ മാറി നിൽക്കാൻ വീരൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കാർണിഷ് ആവശ്യപ്പെട്ട ചിത്രങ്ങൾ ഇരിക്കുന്ന മുറി വീരൻ പൂട്ടി താക്കോൽ കയ്യിലാക്കി. അബുവും വേണുവും എന്തൊക്കെ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. എന്നാൽ ജോൺ ഇപ്പോഴും മൂകനായി ഇരിക്കുകയാണ്. എന്താ ജോൺ, നിനക്കെന്ത് സംഭവിച്ചു? ഒരു ചെറിയ ചിരിയോടെ വീരൻ അവനെ സമീപിച്ചു. ഹേയ്, ഒന്നുമില്ല, പുച്ഛത്തോടെ ജോൺ പറഞ്ഞു. നിന്റെ കൂട്ടുകാർ നിന്നതുകൊണ്ടും അവരെ ഭയപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ അപ്പോൾ നിന്നോട് ഒന്നും ചോദിക്കാതിരുന്നത്. ശരിക്കും മുകളിലെ മുറിയിൽ നീ എങ്ങനെ അകപ്പെട്ടു? ഉള്ളിൽ എന്താണ് സംഭവിച്ചത്? ആകാംക്ഷയോടെ വീരൻ ചോദിച്ചു. എന്നോടിപ്പോൾ ഒന്നും ചോദിക്കരുത്. എനിക്ക് മനസ്സാകെ താളം തെറ്റിയ പോലെ തോന്നുന്നു. ആരാണ് ശത്രു, ആരാണ് മിത്രമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെ വിശ്വസിക്കണം ഞങ്ങൾ? ഒന്നും അറിയില്ല. ജോൺ, നീ പേടിക്കണ്ട, എല്ലാം ശരിയായി നടക്കും, വീരൻ അവൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു. എന്നാൽ ജോൺ വീരൻ്റെ കൈ പതിയെ തള്ളിമാറ്റി. അപ്പോൾ അയാൾ ഒന്നും മിണ്ടിയില്ല. താൻ കൊടുത്ത രക്ഷ ജോണിൻ്റെ കഴുത്തിൽ തന്നെയുണ്ടോ എന്ന് വീരൻ ഒന്ന് നോക്കി ഉറപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്നും പോയി. കാർണിഷ് അവിടെ ചിത്രം വരയ്ക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു. അയാളുടെ മനസ്സ് മുഴുവൻ ഇത് ചെയ്തു കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലമായിരുന്നു. വേണുവും അബുവും ജോണിൻ്റെ അടുത്തേക്കെത്തി. ഇന്ന് രാത്രിയോടെ എല്ലാ പ്രശ്നവും തീരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വേണം വീടിൻ്റെ മുകളിലത്തെ നിലയിൽ എൻ്റെ മുറിയിൽ ഒന്ന് സമാധാനമായി കിടന്നുറങ്ങാൻ. അമ്മ കുറച്ചു മുൻപേ വിളിച്ചിരുന്നു. മുകളിലെ എൻ്റെ മുറി വൃത്തിയാക്കാൻ കയറിയപ്പോൾ മുഴുവൻ അഴുക്കായി കിടന്നെന്ന്. ഇനി പോകുമ്പോൾ ഒരു 100 കള്ളം പറയണം. വേണു ജോണിൻ്റെ തൊള്ളിൽ കൈയിട്ട് പറഞ്ഞു. ഈ പ്രശ്നം തീർന്ന ഉടൻ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് പോകണം. എത്ര നാളായി ഇതിൻ്റെ പുറകിൽ. ഒന്ന് സമാധാനമായി ഉറങ്ങിയിട്ട്, അബു പറഞ്ഞു. ജോൺ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. എടാ, ഇവനെന്താ പറ്റിയത്? ആ മുറിയിൽ കയറിയപ്പോൾ കിളി പോയോ? ഇന്ന് രാത്രി കൊണ്ട് ഇതെല്ലാം അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ്? ഞാൻ ആ മുറിയിൽ കണ്ട കാഴ്ച നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ജോൺ ദേഷ്യത്തിൽ അവരോട് സംസാരിച്ചു. നടന്ന കാര്യങ്ങൾ ജോൺ അവരോട് വിശദീകരിച്ചു. അത് കേട്ട് വേണു പതിയെ എണീറ്റു. അവൻ ഭയന്ന് അബുവിനെ നോക്കി. അയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന നുണകൾക്ക് പകരമുള്ള സത്യങ്ങൾ. ആരാണ് ശരിക്കുള്ള വില്ലനെന്ന് ഫ്രാൻസിസിനറിയാം. അയാൾ എന്നോട് ആ കാര്യം പറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് വീരൻ ആ വാതിൽ തുറന്നത്. ആ രഹസ്യം ആദ്യം എനിക്കറിയണം. ഞാനത് അറിയാൻ പോവുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ജോൺ വീടിനുള്ളിലേക്ക് നടന്നു. അവൻ അകപ്പെട്ട മുറിയെ ലക്ഷ്യം വെച്ച് പോയി. അവൻ മുറിയുടെ മുൻപിലെത്തിയപ്പോൾ മുറിയുടെ വാതിൽ തനിയെ തുറന്നു വന്നു. അവൻ ഉള്ളിലേക്ക് നടന്നു. വാതിൽ തനിയെ അടഞ്ഞു. അവൻ്റെ പിന്നാലെ വേണുവും അബുവും പാഞ്ഞു. പക്ഷെ അപ്പോഴേക്കും മുറിയുടെ വാതിൽ അടഞ്ഞിരുന്നു. എവിടെ വീരൻ? ഇനി അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, അബു പറഞ്ഞു. കുറെ നേരമായി ഞാൻ നോക്കുന്നു, അയാളെ കാണാനില്ല. ജോൺ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം കാണോ? ഇതിൻ്റെയൊക്കെ പിറകിൽ വീരനാണോ? വേണു സംശയിച്ചു.
കയ്യിൽ മൊബൈൽ ടോർച്ച് പിടിച്ചുകൊണ്ട് ജോൺ ഇരുട്ടിലേക്ക് നോക്കി പതിയെ വിളിച്ചു. ഫ്രാൻസിസ്, നിങ്ങൾ അവിടെയുണ്ടോ? നന്ദി, വീണ്ടും വരുമെന്ന് കരുതിയില്ല. ഇരുളിൽ നിന്നും ഫ്രാൻസിസ് വെളിച്ചത്തിലേക്ക് വന്നു. എനിക്കറിയണം, നിങ്ങൾ പറയാൻ ശ്രമിച്ച ആ ദുഷ്ടൻ ആരാണെന്ന്. ശരിക്കും കാർണിഷിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? വെളിച്ചത്തിന് ഇരുട്ട് എന്ന പോലെ, നന്മയ്ക്ക് തിന്മ എന്നതുപോലെ ഒരാൾ. അയാളാണ് എൻ്റെ കുടുംബത്തെയും കാർണിഷിനെയും നശിപ്പിച്ചത്. ആരാണ് അയാൾ? കാർണിഷിന്റെ സ്വന്തം മകൻ തന്നെ, എർണോസ്. അതായിരുന്നു അവന്റെ പേര്. കാർണിഷ് എത്രത്തോളം നല്ലവനായിരുന്നോ അവൻ അത്രയ്ക്കും ദുഷ്ടനായിരുന്നു. പണ്ട് നടന്ന പല കൊലപാതകങ്ങളിലും അവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതും സ്ത്രീകളുടെ. ഒറ്റയ്ക്ക് താമസിക്കുന്നതും സുന്ദരികളുമായ സ്ത്രീകളെ ആരുമില്ലാത്ത നേരം അവൻ നശിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവന്റെ ഇരകളിൽ ഒരാളായിരുന്നു എൻ്റെ ഭാര്യ സാറ. ഈ വീട്ടിൽ അവൾ ജോലിക്കായി വന്നിരുന്നു. എന്നാൽ അവന്റെ കാമം നിറഞ്ഞ കണ്ണുകൾ കൊണ്ടാണ് അവൻ അവളെ കണ്ടത്. അങ്ങനെ ഒരിക്കൽ ഞാൻ കൃഷി ചെയ്യാൻ പോയിരുന്ന സമയം അവൻ എൻ്റെ വീട്ടിലെത്തി. എൻ്റെ കുട്ടികൾ നോക്കി നിൽക്കെ അയാളത് പറഞ്ഞു മുഴുവനാക്കാതെ നിശബ്ദനായി. മാത്രമല്ല, സ്വന്തം അച്ഛനായി കാർണിഷിനെ വകവരുത്തിയതും അവൻ തന്നെയാണ്, അതും പണത്തിനു മറ്റും വേണ്ടി. അപ്പോൾ നിങ്ങളെ കൊന്നത് എൻ്റെ തലമുറയിൽപ്പെട്ട ജന്മിയും കൂട്ടരുമല്ലേ? അല്ല, അതൊക്കെ അവൻ്റെ കള്ളക്കഥകളായിരുന്നു. കൊല മറ്റുള്ളവരുടെ തലയിലാക്കാനുള്ള തന്ത്രം. പക്ഷേ അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. അവനിപ്പോൾ ജീവനോടെയില്ല. പക്ഷേ അവൻ്റെ പേരക്കുട്ടി ഇപ്പോഴുമുണ്ട്. താഴെയിരുന്ന് ചിത്രം വരയ്ക്കുന്ന കാർണിഷ്. എനിക്ക് അവൻ്റെ ജീവൻ വേണം. എന്നാലേ എൻ്റെ സാറയ്ക്കും മക്കൾക്കും ശാന്തി ലഭിക്കൂ. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്ത് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയൂ. ജോൺ, എന്നെ സഹായിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഫ്രാൻസിസ് അവൻ്റെ കഴുത്തിലേക്ക് നോക്കി. വീരൻ അവന് കൊടുത്ത രക്ഷയിൽ. എനിക്ക് നിന്റെ ശരീരത്തിൽ പ്രവേശിക്കണം. എന്നാലേ എനിക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കൂ. അതിന് വിലങ്ങത്തടിയായി നിൽക്കുന്ന ആ ചരട് നീ നിന്റെ ശരീരത്തിൽ നിന്നും എടുത്തു കളയൂ. നിന്റെ ശരീരം എനിക്ക് തരൂ. എൻ്റെ പ്രതികാരം തീരുന്ന നിമിഷം ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കാർണിഷിന്റെ മകൻ ചെയ്ത തെറ്റിന് ഈ പാവം എന്തിന് ശിക്ഷ അനുഭവിക്കണം? പാവമോ? ഇവനോ? നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾ കണ്ട ഈ മനുഷ്യൻ കന്യാകുമാരിയെ ചിത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ്. പക്ഷേ അതവൻ്റെ ഒരു മുഖംമൂടിയാണ്. അവൻ്റെ മുത്തച്ഛൻ്റെ അതേ പ്രതിരൂപം തന്നെയാണ് അവനും. ഒരുപാട് തെറ്റായ ബന്ധങ്ങൾ, കൂടെ ഒരുപാട് അനുയായികളൊക്കെയുള്ള ഒരു ഗുണ്ടാ നേതാവാണ് അവൻ. മാത്രമല്ല, കാർണിഷിനെ സ്വന്തം മകൻ കൊല്ലാനുള്ള കാരണം എന്താണോ അത് തന്നെയാണ് ഈ കാർണിഷ് നിങ്ങളോടിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് കാർണിഷിനെ എർണോസ് കൊലപ്പെടുത്തിയത്. ഒരിക്കലുമില്ല, നിങ്ങൾ കള്ളം പറയുന്നു. മുറിയുടെ വാതിൽ തുറക്ക്, എനിക്ക് പുറത്തേക്ക് പോകണം. അത് കേട്ട് ഫ്രാൻസിസ് ജോണിനെ തുറച്ചു നോക്കി നിന്നു. അയാളുടെ മുഖം മാറാൻ തുടങ്ങി. അന്ന് രാത്രി റോഡിൽ വെച്ച് കണ്ട ഭീകരരൂപമായി മാറി. ജോണിന്റെ നേരെ പാഞ്ഞെടുത്തു. ജോൺ പേടിച്ച് നിലവിളിച്ചു. ജോണിനെ ആക്രമിക്കാൻ വന്ന ആ രൂപം ദൂരേക്ക് തെറിച്ചുപോയി. വീരന്റെ രക്ഷ ജോണിന് രക്ഷയായി. ജോൺ വാതിൽ തുറക്കാൻ ശക്തമായി ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞില്ല. ആ രൂപം തറയിൽ കിടന്ന് ഇഴഞ്ഞിഴഞ്ഞ് ജോണിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും വാതിൽ തുറന്നു. അവനെ മുറിയിൽ നിന്നും ഒരാൾ വലിച്ച് പുറത്തേക്കിട്ടു. അത് വീരനായിരുന്നു. ആ രൂപം മുറിയുടെ പുറത്തേക്ക് വരാൻ തയ്യാറെടുത്തപ്പോൾ വീരൻ എന്തോ പറഞ്ഞ് ആ വാതിൽ നേരെ കൈ കാണിച്ചു. വാതിൽ തനിയെ അടഞ്ഞു. നീ ഇതെന്ത് ഭാവിച്ച? വലിയ അപകടം വരുത്തിവെക്കാനാണോ നിന്റെ ശ്രമം? ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ നീ വീണ്ടും തുടങ്ങാൻ ശ്രമിക്കുന്നു. വീരൻ അരിശത്തോടെ ജോണിനോട് സംസാരിച്ചു. എന്നോട് ക്ഷമിക്കൂ, ഞാൻ പെട്ടെന്ന്. ജോൺ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഈ രക്ഷ ഒന്നുള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും സുരക്ഷിതനായിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരബദ്ധം സംഭവിച്ചാൽ അത് മരണത്തിൽ ചെന്ന് അവസാനിക്കും. ഓർത്താൽ കൊള്ളാം. ഹേ, എല്ലാവരും വരൂ, ചിത്രം തയ്യാറായി. താഴെ നിന്നും കാർണിഷിന്റെ സ്വരം ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. അത് കേട്ട് വീരനും ജോണും താഴേക്ക് ചെന്നു. വേണുവും അബുവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാർണിഷ് തൻ്റെ കയ്യിലെ മഷിയൊക്കെ തുടയ്ക്കുകയായിരുന്നു. ചിത്രം അയാൾ മറച്ചു വെച്ചിരുന്നു. വീരൻ താഴെ എത്തിയപ്പോൾ കാർണിഷ് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. എവിടെ? ചിത്രം കാണിക്കൂ, വീരൻ കൽപ്പിക്കുന്ന പോലെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കാർണിഷ് ചിത്രം വരച്ച് ഷീറ്റ് വെച്ചിരുന്ന സ്റ്റാൻഡ് അവരുടെ നേരെ തിരിച്ചു. ചിത്രം കണ്ട് അവരൊക്കെ അമ്പരന്നു. വീരന്റെ കണ്ണിൽ കോപം കൊണ്ട് ജ്വലിച്ചു. ഇതെന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? വീരൻ ഉറക്കെ പറഞ്ഞു. കാർണിഷ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആ ചിത്രത്തിൽ അച്ഛൻ്റെ രൂപം കാർണിഷ് വരച്ചിരുന്നില്ല. അമ്മയും കുഞ്ഞും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, ഒരു മുൻകരുതൽ എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഏറ്റെടുത്ത ജോലി ഞാൻ പൂർത്തിയാക്കും. പക്ഷേ എനിക്കെന്തോ ഒരു ചെറിയ പന്തികേട് ഇവിടെ തോന്നുന്നു.
ഇതിലെ അച്ഛൻ്റെ ചിത്രം ഞാൻ വരയ്ക്കാം. അതിനു മുൻപ് ചിത്രങ്ങൾ ഇരിക്കുന്ന ആ മുറി എനിക്കൊന്ന് കാണണം. കാർണിഷ് പറഞ്ഞു. നിനക്കെന്താ ഞങ്ങളെ വിശ്വാസമില്ലേ? നിന്റെ മുതുമുത്തച്ഛൻ വരച്ച ആ ചിത്രങ്ങൾ നിന്റെ കുടുംബസ്വത്ത്. അത് നിനക്കല്ലേ സ്വന്തം. എല്ലാ ചിത്രവും അവിടെ സുരക്ഷിതമായി തന്നെയുണ്ട്. വേണമെങ്കിൽ ഇതാ താക്കോൽ, നീ തുറന്നു നോക്ക്. അത്രയും പറഞ്ഞ് ലാഘവത്തോടെ വീരൻ താക്കോൽ കാർണിഷിന് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ആ, എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ, സംശയം തീർത്തേക്കാം. കാർണിഷ് അത് പറഞ്ഞ ശേഷം തറയിൽ കിടന്ന താക്കോലെടുത്തു. ആ മുറിയെ ലക്ഷ്യം വച്ച് നടന്നു. പിന്നാലെ മറ്റുള്ളവരും. പക്ഷേ മുറി തുറന്നു കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു. മുറിയുടെ വാതിൽ തള്ളി തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നില്ല. കാർണിഷ് പരിഭ്രാന്തനായി മുറിയുടെ ചുറ്റും നോക്കി. അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം അയാൾ അലറി വിളിച്ചു. ആ ശബ്ദം ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വ്യാപിച്ചു. കാടിനുള്ളിൽ അത് പ്രകമ്പനം കൊണ്ടു. കാർണിഷ് വീരന്റെ നേരെ തിരിഞ്ഞോടിച്ചെന്ന അയാളുടെ കഴുത്തിൽ ബലമായി പിടിച്ചു. ചതിക്കാൻ നോക്കുന്നോടെ നായി, എവിടെയാ ചിത്രങ്ങൾ? അതൊക്കെ എനിക്ക് തരാതെ ഒരുത്തനും ഇവിടെ നിന്നും പുറത്തു കിടക്കില്ല, കാർണിഷ് ദേഷ്യത്തിൽ പറഞ്ഞു. ചതിയോ? അങ്ങനെയെങ്കിൽ നീ ഇപ്പോൾ കാണിച്ചത് ചതിയല്ലേ? ചിത്രം മുഴുവനായി വരയ്ക്കാതെ തന്നെ നീ ചിത്രങ്ങൾ കൊണ്ടുപോയാൽ ഞങ്ങൾ എന്തു ചെയ്യും? കാർണിഷ് കൈയെടുത്തപ്പോൾ കഴുത്തിൽ തടവിക്കൊണ്ട് വീരൻ ചോദിച്ചു. നീയൊക്കെ പറയുന്ന പോലെ പ്രേതത്തിലും പിശാചിലും എനിക്ക് വിശ്വാസമില്ല. ആ ചിത്രം ഞാൻ ഉറപ്പായും വരച്ചു തരും. നീ അത് വെച്ച് എന്ത് ഹോമമോ മന്ത്രമോ ചെയ്തോ, പക്ഷേ ഞാൻ ആവശ്യപ്പെട്ട സാധനം എനിക്ക് കിട്ടിയേ തീരൂ, പല്ല് ഞെരിച്ചുകൊണ്ട് കാർണിഷ് പറഞ്ഞു. ഓഹോ, നിനക്ക് പ്രേതത്തെ വിശ്വാസമില്ല അല്ലേ? അത് പറഞ്ഞുകൊണ്ട് വീരൻ വേണു തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശരിക്കുള്ള കുടുംബത്തിൻ്റെ ചിത്രം കയ്യിലെടുത്തു. കാർണിഷിൻ്റെ അടുത്തേക്ക് വന്നു. ഇവർ കൊണ്ടുവന്ന ചിത്രം നേരത്തെ നീ കണ്ടതല്ലേ? അപ്പോൾ അച്ഛൻ്റെ വര അതിലില്ലായിരുന്നല്ലോ. മാത്രമല്ല നീ ഇത് വരച്ച ആളെ കളിയാക്കിയല്ലോ. എന്നാൽ ഇപ്പോൾ എങ്ങനെ വന്നു? അച്ഛൻ്റെ രൂപത്തിൽ വിരൽ വെച്ച് വീരൻ ചോദിച്ചു. കാർണിഷ് അതിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വീരൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ സമയം അച്ഛൻ്റെ രൂപം അതിലുണ്ട്, എന്നാൽ നേരത്തെ ഇല്ലായിരുന്നു. കാർണിഷ് അല്പം ആശയക്കുഴപ്പത്തിലായി. അല്പനേരം അയാൾ നിശബ്ദനായി നിന്നു. ഇപ്പോൾ ഇതാണോ ഇവിടുത്തെ പ്രശ്നം? ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ ചിത്രങ്ങൾ എവിടെ? അതെനിക്ക് താടാ. കാർണിഷ് വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങി. വീരൻ വേണുവിനെ നോക്കി. എന്തിനോ വേണ്ടി തയ്യാറെടുക്കാൻ ഒരാംഗ്യം കാണിച്ചു. വേണു ഉടൻ തന്നെ തൻ്റെ അരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം പുറത്തെടുത്തു. അത് കാർണിഷിനെ നേരെ നീട്ടി. കാർണിഷ് അത് കണ്ട് അമ്പരന്നു. വേണുവിൻ്റെ അപ്പൂപ്പൻ്റെ റിവോൾവർ ആയിരുന്നു അത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ആ ചിത്രം വരച്ച ശേഷം നേരെ കന്യാകുമാരിക്ക് വിട്ടോ. ബസ് കൂലി ഞാൻ തരാം. കൂടുതൽ സംസാരമൊന്നും വേണ്ട. എങ്കിൽ തുടങ്ങിക്കോ, വീരൻ കാർണിഷിനോട് പറഞ്ഞു. അത് കേട്ട് ഒന്നും മിണ്ടാതെ കാർണിഷ് അവരെ തന്നെ നോക്കി പുറകിലേക്ക് നടന്നു. കുറച്ച് പുറകിലെത്തിയപ്പോൾ അയാൾ അവിടെ നിന്നു. തൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ പന്ത് പോലത്തെ സാധനം കയ്യിലെടുത്തു. വീടിൻ്റെ പ്രധാന വാതിൽ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് വീടിൻ്റെ പുറത്തേക്ക് തെറിച്ചുപോയി വീണു. വീണ ഉടൻ തന്നെ ഒരു വലിയ ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിച്ചു. തോട്ട പോലത്തെ എന്തോ സ്ഫോടന വസ്തുവായിരുന്നു അത്. അവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. വീണ്ടും അയാൾ പോക്കറ്റിൽ കൈയിട്ടു. എല്ലാവരും ഭയന്നു വിറച്ചു. പരസ്പരം അടുത്തേക്ക് വന്നു നിന്നു. വേണു ആ തോക്ക് കാർണിഷിന് നേരെ ചൂണ്ടിയിരുന്നുവെങ്കിലും അവൻ്റെ കൈ വിറയ്ക്കുകയായിരുന്നു. പക്ഷേ കാർണിഷ് പോക്കറ്റിൽ നിന്നും കൈ പുറത്തെടുത്തപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ചെറുതായി ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുറേ പേര് ഓടിവരുന്ന ആ ശബ്ദം വീടിന് പുറത്ത് കേട്ടത്. കരിയിലകൾ ഞെരിഞ്ഞമരുന്ന കാൽപ്പെരുമാറ്റം. അപ്പോഴേക്കും വീടിനുള്ളിലേക്ക് ഒരുപാട് ആളുകൾ കയറി വന്നു. കട്ടത്താടിയും മീശയും വളർത്തിയ പുണ്ണത്തടിയന്മാർ. ചിലരുടെ കയ്യിൽ ആയുധങ്ങൾ കാണാം. ചിലരുടെ മുഖത്ത് മുൻപെങ്ങോ വെട്ടുകിട്ടിയ പോലുള്ള മുറിപ്പാടുകൾ. അവരെല്ലാവരും കാർണിഷിനെ പുറകിൽ വന്നു നിന്നു. എല്ലാം കൂടി ഒരു 30 പേര് കാണും. കാർണിഷ് ഒരു സിഗ്നൽ കൊടുത്തു. ഈ കാർണിഷ് ഒരു ഗുണ്ട തലവനാണെന്ന് ഫ്രാൻസിസ് പറഞ്ഞത് ജോൺ അപ്പോൾ ഓർത്തു. പണി പാളിയല്ലോ, അബു പതിയെ പറഞ്ഞു. സത്യം, എന്നാലും ആരാടാ ചിത്രങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയത്? ജോൺ പതിയെ വേണുവിനോട് ചോദിച്ചു. ആർക്കറിയാം, എനിക്കാണെങ്കിൽ ഈ തോക്ക് പിടിച്ച് കൈ കഴിക്കുന്നു. അബു, ഇനി കുറച്ചു നേരം നീ പിടിക്കോ? എന്നിട്ട് വേണം ആദ്യത്തെ വെട്ട് എനിക്ക് കിട്ടാൻ, അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ കടപ്പുറത്തിരുന്ന് 50-100 ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്ന ഒരു പീക്കിരി ആർട്ടിസ്റ്റ് അല്ല ഞാൻ. എന്നെക്കുറിച്ച് നിങ്ങളിനി അറിയാൻ പോകുന്നതേയുള്ളൂ, ചിരിച്ചുകൊണ്ട് കാർണിഷ് പറഞ്ഞു. ചേട്ടന്മാരെ, സത്യമായും ഇവിടെ ഇരുന്ന ചിത്രങ്ങൾ ആരെടുത്തെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ വീട്ടിൽ ഇനി വേറെ വല്ല ആത്മാക്കളുണ്ടെങ്കിൽ അവരാകും ഇത് ചെയ്തത്, അല്ലാതെ ഞങ്ങൾക്കിതുമായി ഒരു ബന്ധവുമില്ല. വേണു മുന്നോട്ട് വന്ന് പറഞ്ഞു.
എന്നെ പറ്റിക്കാൻ നോക്കണ്ട. താക്കോൽ വെച്ചിരുന്നത് നിങ്ങളല്ലേ? അപ്പോൾ ചിത്രങ്ങൾ ഇവിടുന്ന് മാറ്റിയതും നിങ്ങൾ തന്നെ, കാർണിഷ് പുച്ഛത്തോടെ പറഞ്ഞു. പെട്ടെന്ന് കാർണിഷിന് കൂടെ നിന്ന ഒരാൾ അലറി വിളിച്ച് താഴേക്ക് വീണു. അയാളുടെ തലയ്ക്ക് അടിയേറ്റിരിക്കുന്നു. ചോര വാർന്നൊലിച്ചു. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കാർണിഷ് പരിഭ്രമത്തോടെ അവരോട് ചോദിച്ചു. ഉടൻ അടുത്ത ആളും അതുപോലെ വീണു. ആ സമയം പെട്ടെന്ന് എന്തോ വന്ന് മിന്നായം പോലെ പോകുന്നത് അവർ കണ്ടു. അവർ ചിതറിയോടി. ആ ഹാളിനു ചുറ്റും നിന്നു. നിമിഷ നേരം കൊണ്ട് 2-3 പേര് കൂടി താഴെ പതിച്ചു. പക്ഷേ അവരെ സൂക്ഷിച്ചു നോക്കിയ കാർണിഷിന് കാര്യം മനസ്സിലായി. അടിയേൽക്കുന്നവരുടെ പുറകിൽ വീരൻ വന്നു നിൽക്കുന്നു. മാഞ്ഞു പോകുന്നത് കാർണിഷ് കണ്ടു. ഇയാൾ മന്ത്രവാദിയാണോ? കാർണിഷ് പതിയെ പറഞ്ഞു. വീണ്ടും വീണ്ടും കാർണിഷിന്റെ ആളുകൾ വീഴുന്നത് കണ്ടപ്പോൾ കാർണിഷ് അവിടെ കിടന്ന ഒരു ഇരുമ്പ് കമ്പി കയ്യിലെടുത്തു മറച്ചു പിടിച്ചു. എന്നിട്ട് അയാൾ വരച്ച ചിത്രത്തിന് നേരെ പാഞ്ഞു. അത് കീറി നശിപ്പിക്കാൻ അയാൾ ശ്രമിച്ചു. അത് കണ്ട അബുവും കൂട്ടരും അലറി വിളിച്ചു. ആ സംഭവം ശ്രദ്ധിച്ച വീരൻ ഉടൻ മാഞ്ഞുപോയി. വീരൻ തന്റെ പുറകിൽ പ്രത്യക്ഷപ്പെടുമെന്ന കാർണിഷ് കണക്ക് കൂട്ടി. പെട്ടെന്ന് ഒരു നിമിഷം തന്റെ പുറകിൽ ആര് വന്നെന്ന് കണ്ടപ്പോൾ കയ്യിൽ ഒളിപ്പിച്ച ഇരുമ്പുവടി പുറകോട്ട് വീശി. എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നു. പൊടി പിടിച്ച തറയിൽ മൂക്കുകുത്തി വീഴുന്ന വീരനെയാണ് വേണുവും കൂട്ടരും കണ്ടത്. കാർണിഷ് വീശിയത് വീരന്റെ തലയിൽ കൃത്യമായി കൊണ്ടു. കയ്യിലിരുന്ന ഇരുമ്പ് കമ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ തന്റെ അനുയായികളെ അടുത്തേക്ക് വിളിച്ചു. അവർ ഓടി വന്നു. വീരനെ ബലമായി പിടിച്ചു കെട്ടി. കൈയും കാലും മുറുക്കി ഒരു തൂണിൽ കെട്ടി നിർത്തി. അയാളുടെ തലയിൽ നിന്നും ചോര നിർത്താതെ ഒഴുകുന്നു. വേണു, ജോൺ, അബു 3 പേരും വീരന്റെ അടുത്തേക്ക് ഓടിയപ്പോൾ കാർണിഷിന്റെ ആളുകൾ അവരെ പിടിച്ചു നിർത്തി. കാർണിഷ് വീരന്റെ അടുത്തേക്ക് ചെന്നു. കൈകാലുകൾ ബന്ധിച്ചാൽ അയാൾക്ക് പിന്നെ തന്റെ സിദ്ധികൾ ഉപയോഗിക്കാൻ കഴിയില്ല. മാത്രമല്ല അയാളുടെ സുബോധം പോകാറായി. ഇനി പറയ്, എവിടെയാണ് ചിത്രങ്ങൾ? പറഞ്ഞില്ലെങ്കിൽ നിന്നെയും കൊല്ലും, ഈ 3 പിള്ളേരെയും കൊല്ലും. ഈ വീട് ഇടിച്ച് നിരപ്പാക്കുകയും ചെയ്യും, കാർണിഷ് വീരനോട് പറഞ്ഞു. വീരൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ഒരുത്തനെ പിടിച്ചു വെട്ടടാ, എങ്കിലേ ഇവൻ സത്യം പറയൂ. അപ്പോൾ ഗുണ്ടകളിൽ ഒരാൾ അബുവിനെ ലക്ഷ്യമാക്കി വന്നു. തന്റെ കത്തി നീട്ടി ഒറ്റവെട്ട്. അവൻ തെറിച്ച് തറയിൽ വീണു. കിടന്ന് പിടഞ്ഞു. ചോര വാർന്നുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അനക്കം നിലച്ചു. വീരൻ അലറി വിളിച്ചു. അതുപോലെ അവരും അലറി വിളിച്ചു കരഞ്ഞു. അബുവിനെ വെട്ടാൻ വന്നപ്പോൾ ജോൺ അവനെ പിടിച്ചു മാറ്റി നിർത്തി. വെട്ടുകൊണ്ടത് ജോണിനായിരുന്നു. നീ കണ്ടില്ലേ, ഒരുത്തൻ തീർന്നു. അടുത്ത ആളെ കൊല്ലും മുൻപ് പറ, എവിടെയാ ചിത്രങ്ങൾ? കാർണിഷ് വീണ്ടും ചോദിച്ചു. ഇനി ആരെയും ഒന്നും ചെയ്യരുത്. ചിത്രങ്ങൾ മാറ്റിയത് ഞാനാണ്. നീ വരച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സിദ്ധി ഉപയോഗിച്ച് ആ മുറിക്കുള്ളിൽ കയറി എല്ലാ ചിത്രവും ഞാൻ മാറ്റി. അതൊക്കെ പുറത്ത് എൻ്റെ കുടിലിൽ ഒരു രഹസ്യ അറയിൽ മണ്ണിൻ്റെ ഇടയിലുണ്ട്. അവിടെയാണ്, വീരൻ പറഞ്ഞു നിർത്തി. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുത്തൻ തീരില്ലായിരുന്നു. എടാ, നിങ്ങൾ പോയി അതൊന്ന് നോക്കി ഉറപ്പുവരുത്ത്. കാർണിഷിന്റെ ആളുകൾ വീടിന്റെ പുറത്തുള്ള വീരന്റെ കുടിലിൽ പോയി ആ അറയിൽ ചിത്രങ്ങളുണ്ടെന്ന് നോക്കി. എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ വന്ന് കാർണിഷിനെ വിവരമറിയിച്ചു. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ചിത്രങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റിക്കോ. നാളെ സായിപ്പ് വരുമ്പോൾ കാണിക്കാനുള്ളതാ. എന്തായാലും തുടങ്ങിയതല്ലേ, ബാക്കിയുള്ള ഈ 3 എണ്ണത്തിനെ കൂടി തീർത്തേക്കാം. കാർണിഷ് ലാഘവത്തോടെ അത് പറഞ്ഞു. അത് കേട്ട് വീരൻ ദേഷ്യത്തോടെ അവനെ നോക്കി അലറി. പെട്ടെന്ന് മുകളിലെ വാതിൽ വളരെ ശക്തിയായി തുറന്നു. എല്ലാവരും മുകളിലേക്ക് നോക്കി. അതേസമയം ജോണിന്റെ ശരീരത്തിൽ അനക്കമുണ്ടായി. അവന്റെ കഴുത്തിൽ വെട്ടിയപ്പോൾ ധരിച്ചിരുന്ന രക്ഷയും പൊട്ടിപ്പോയിരുന്നു. ജോൺ വിയർക്കാൻ തുടങ്ങി. അവന്റെ കഴുത്തിലെ മുറിവ് പതിയെ ഉണങ്ങി വന്നു. അവൻ പതിയെ എണീറ്റു. വീരൻ ആ ചിത്രത്തിൽ നോക്കിയപ്പോൾ അച്ഛന്റെ രൂപം കാണാനില്ല. അയാൾ പതിയെ ചിരിച്ചു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഇനി അവന്റെ പ്രതികാരം തന്നെ നടക്കട്ടെ. എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? വെട്ടിക്കൊല്ലട എല്ലാവരെയും, കാർണിഷ് അലറി വിളിച്ചു. ഗുണ്ടകൾ അവരുടെ നേരെ ഓടിയെത്തി. ഉടൻ ജോണിന്റെ മുഖഭാവം മാറി. വികൃതമായ ഫ്രാൻസിസിന്റെ മുഖം അവനുണ്ടായി. ആദ്യം അവരുടെ നേരെ വന്നവനെ 2 കണ്ണിൽ കൂടി വിരലിറക്കി. തല കൈകൊണ്ട് പറിച്ചെടുത്തു. ഇത് കണ്ട എല്ലാവരും ഞെട്ടിത്തരിച്ചു. പിന്നെ ഞൊടിയിടയ്ക്കുള്ളിൽ അവിടെ നിന്ന എല്ലാവരുടെയും ശരീരഭാഗങ്ങൾ ജീവനോടെ പുറത്തെടുത്തു. വീട് മുഴുവൻ രക്തത്താൽ ഒഴുകി. കാർണിഷ് ഇത് കണ്ട് ഭയന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. രക്തത്തിൽ കാൽ വഴുതി അവൻ താഴേക്ക് വീണു. എന്നാലും അവൻ മുഴുവൻ ശക്തിയും എടുത്ത് ഓടി. കുറെ നേരം ദിശയറിയാതെ ഓടി പൊളിഞ്ഞുകിടന്ന പഴയ വീടിന്റെ അടുത്തെത്തി. പെട്ടെന്ന് തൊട്ടുപുറകിൽ ഫ്രാൻസിസിന്റെ വികൃത രൂപം. അവൻ പേടിച്ച് വീടിനുള്ളിൽ കയറി. എന്നാൽ അവന് പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ആ ഇരുൾ നിറഞ്ഞ വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് കിടന്ന് അലറി വിളിച്ചു.
പെട്ടെന്ന് അവിടെ മാകെ തീ പടരാൻ തുടങ്ങി. എവിടേക്ക് ഓടണമെന്നറിയാതെ കാർണിഷ് അവിടെ കിടന്ന് വെന്തു മരിച്ചു. അതേസമയം വീട്ടിൽ അബുവും വേണുവും വീരന്റെ കെട്ടഴിച്ചു. അയാളെ നിലത്തിരുത്തി അയാളുടെ മുറിവിൽ തുണിവെച്ച് കെട്ടി. ജോൺ എവിടെ? വീരൻ ചോദിച്ചു. പെട്ടെന്ന് ജോൺ വീടിന്റെ പ്രധാന വാതിലിൽ തളർന്നു വന്നിരുന്നു. അബുവും വേണുവും ഓടിച്ചെന്ന് അവനെ പൊക്കിയെടുത്തു. എടാ, നീ എവിടെയായിരുന്നു? നിനക്കെന്ത് സംഭവിച്ചു? ജോൺ ഒന്നും പറയാതെ ആ ചിത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. അതിലെ ബാക്കിയുള്ള 3 ഏലസുകൾ അവൻ പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ ആ സമയം കുടുംബചിത്രം അനങ്ങാൻ തുടങ്ങി. അതിലെ അമ്മ, കൊച്ചു കുഞ്ഞ്, പെൺകുട്ടി, അവർ 3 പേരും മാഞ്ഞുപോയി. അവിടെ കൂടിക്കിടന്ന മൃതദേഹങ്ങൾ പെട്ടെന്ന് കാണാതായി. ആ വീട്ടിൽ ചില മാറ്റങ്ങൾ കാണപ്പെട്ടു. വീട് നല്ല വൃത്തിയായി. ചിത്രങ്ങളൊക്കെ പഴയ പോലെ കാണപ്പെട്ടു. ജോൺ അവരുടെ നേരെ തിരിഞ്ഞ ശേഷം പറഞ്ഞു, ഞാൻ ജോണല്ല, ഫ്രാൻസിസ് ആണ്. ഉടൻ അബുവും വേണുവും പുറകോട്ട് നീങ്ങി. പേടിക്കണ്ട, ഞങ്ങളുടെ പ്രതികാരം ഞാൻ വീട്ടി. ഭൂമിയിൽ നിന്ന് പോകാൻ സമയമായി. ഒരുപാട് നാൾ ഈ വീട്ടിലും ഈ ചിത്രത്തിലും പിന്നെ കുറേ നാൾ വേണുവിൻ്റെ വീട്ടിലും ഞങ്ങൾ താമസിച്ചു. ഇനി പുതിയ ലോകത്ത് ഞാനും എൻ്റെ കുടുംബവും യാത്രയാകുന്നു. ബാക്കിയായിപ്പോയ ജീവിതം ഇനി കൊതി തീരും വരെ ജീവിച്ചു തീർക്കണം. ജോണിൻ്റെ ശരീരത്തെയും ആത്മാവിനെയും നിങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ഞാൻ വിട പറയുന്നു. എല്ലാത്തിനും മാപ്പ്. അവർ എനിക്കായി കാത്തിരിക്കുന്നു. ഇത് പറഞ്ഞതും ജോൺ തലകറങ്ങി വീണു. അവനെ അവർ താങ്ങിയെടുത്തു. വീരൻ ഇതെല്ലാം കണ്ട് വേദനയും സഹിച്ച് അവിടെ ഇരിക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ജോണിന് ബോധം വന്നു. നടന്നതെല്ലാം അവർ അവനെ പറഞ്ഞു മനസ്സിലാക്കി. നമ്മുടെ ഹൊറർ ഫാമിലി ഇനി നമ്മളോട് കൂടിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേണു തൻ്റെ മുകളിലത്തെ മുറിയിൽ സമാധാനമായി കിടന്നുറങ്ങുന്നു. അബുവും ജോണും ഇപ്പോഴും വേണുവിൻ്റെ വീട്ടിൽ വരില്ലെങ്കിലും വാരാന്ത്യം അവർ തമ്മിൽ കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ കാർണിഷ് ഫോറസ്റ്റിൽ അവർ പോകാറുമുണ്ട്. വീരൻ ഇപ്പോൾ തൻ്റെ താമസം ആ വീടിൻ്റെ ഉള്ളിലാക്കി. ഈ ചിത്രങ്ങളെക്കുറിച്ചും കാർണിഷിനെക്കുറിച്ചും അറിഞ്ഞവരൊക്കെ ആ വീട്ടിൽ അതൊക്കെ കാണാൻ ഒഴുകിയെത്തി. നടന്ന കാര്യങ്ങൾ വേണു തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. കാർണിഷ് വരച്ച ഒരു സ്ത്രീയുടെ ചിത്രം വീരൻ അവർക്ക് സമ്മാനമായി കൊടുത്തു. അത് അബുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം അബുവിൻ്റെ വീട്ടിൽ കൂടാൻ അവൻ വേണുവിനെയും ജോണിനെയും ക്ഷണിച്ചു. അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ആഘോഷിച്ചു. രാത്രി കിടക്കാൻ സമയം. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അബു അവരോട് പറഞ്ഞു. വീരൻ നമുക്ക് തന്ന ആ സ്ത്രീയുടെ ചിത്രത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അത് നിന്റെ വീട്ടിലല്ലേ ഉള്ളത്. അത് ശരിയാ, പക്ഷേ ചില രാത്രികളിൽ ആ ചിത്രം ശൂന്യമായിരിക്കും. ദേ നോക്കിയേ. ആ ചിത്രത്തിൽ വിരൽ ചൂണ്ടി അബു പറഞ്ഞു. അവർ അതിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അങ്ങനെ എ ഹൊറർ ഫാമിലി സ്റ്റോറി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പ്രേതകഥയുമായി വീണ്ടും കാണാം. അപ്പോഴേ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.